ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അഭിയെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണല്ലോ നമ്മുടെ നവ്യ, ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും. അതേസമയം അഭിയാണ് എല്ലാ കള്ളത്തരങ്ങൾക്കും പിന്നിലെന്നും ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നും ഒക്കെ ഉള്ള കാര്യം നമ്മുടെ നവ്യ അറിയാണ്. അഭി ഫോൺ ചെയ്യുന്നതിലൂടെ തന്നെയാണ് കേട്ടോ നവ്യ അറിയുന്നത്. ആ വിശേഷങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നൂലുകെട്ട് ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ ആകെപ്പാടെ ഒരു കോലാഹലമൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ആദർശാണെങ്കിൽ ആകെ മൊത്തം ഒരു ടെൻഷനിലാണ് കേട്ടോ. ആദർശ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയൊക്കെയാണ്. എന്നാൽ നയന കൂടി ആദർശിനെ സംശയിക്കുന്ന രീതിയിലാണ് നവ്യയോട് പറയുന്നത്. നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇങ്ങനെയൊരു തെറ്റ് ചെയ്തല്ലോ, എന്നിട്ടും നീ ഇതൊക്കെ ക്ഷമിച്ചു നിൽക്കുന്നതിന് നിന്നെ സമ്മതിക്കണമെന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, അതെ, ആദർശേട്ടനൊരു തെറ്റ് ചെയ്താലും അത് ക്ഷമിച്ച് കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ്, അത്രയ്ക്ക് എനിക്ക് ആദർശേട്ടനെ വിശ്വാസമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സത്യം അതല്ല, ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊട്ട് നയന പറയുന്നുമില്ല. അങ്ങനെ നവ്യാണെങ്കിൽ ആ സമയത്ത് അങ്ങ് ചിന്തിക്കുന്നത്, അബി ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ അബി ഇതിലൊക്കെ എത്ര നല്ലവനായിട്ട് നടന്ന ആദർശേട്ടൻ നയനയോട് ചെയ്തത് കണ്ടില്ലേ, അത് പൊറുക്കാൻ പറ്റുന്ന തെറ്റൊന്നുമല്ല, ഞാനാണെങ്കിൽ ആ തെറ്റ് പൊറുക്കില്ല എന്ന് തന്നെ നവ്യ പറയാണ്. അതേസമയം നവ്യക്ക് ഇനി പണി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ആ തെറ്റ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് അഭി തന്നെയാണല്ലോ. പിന്നെ ഇനിയിപ്പം നവ്യ അത് പൊറുക്കുകയോ അല്ലെങ്കിൽ വെറുക്കുകയോ ചെയ്യാതെ യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരികയും ചെയ്യണം. അങ്ങനെ കൊച്ചിൻ്റെ നൂലുകെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. പോകാൻ ഇറങ്ങുന്ന സമയത്ത് പോലും ജലജ ഒരു തീ കോരി ഇട്ടിട്ടാണ് പോകുന്നത് കനകയുടെ മനസ്സിലേക്ക്. എന്താന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ കുഞ്ഞ് അനന്തപുരിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കനകയും ഗോവിന്ദനും നവ്യയിൽ നിന്ന് എല്ലാ വിവരങ്ങളും അറിയാണ്. ആദർശിൻ്റെ കുഞ്ഞാണ് അതെന്ന് വരെ അറിയുമ്പം കനക അങ്ങ് ഞെട്ടിപ്പോവാണ്. കനക നയനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ എന്താ ഈ പറയുന്നത്, അവിടെ ഒരു കൊച്ചു വന്നിട്ടുണ്ടെന്നും അത് മുത്തശ്ശൻ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നതാണെന്നും ആദർശിൻ്റെ കുഞ്ഞാണെന്നാണ് പറയുന്നതെന്നും ഒക്കെ കേട്ടല്ലോ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അപ്പം നയന പറയുന്നുണ്ട്, അമ്മേ, സത്യമുണ്ടോ എന്നറിയില്ല, ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഞാനത് ക്ഷമിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഗോവിന്ദന് വല്ലാത്ത വിഷമാവുകയാണ്. ഗോവിന്ദൻ്റെ ആണെങ്കിൽ അറ്റാക്ക് പോലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടി അങ്ങ് കേട്ട് കഴിയുമ്പോൾ ഗോവിന്ദന് നെഞ്ചുവേദന വന്നിട്ട് ഹോസ്പിറ്റലിലാവുകയാണ്. അപ്പം നയനയും ആദർശമൊക്കെ ഓടി ചെല്ലുന്നുണ്ട്. അപ്പോൾ കനക പറയാണ്, ആദർശിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പം അത് വിശ്വസിക്കാൻ ഗോവിന്ദേട്ടനായില്ല എന്ന് പറയാം. അപ്പോൾ ഗോവിന്ദനെ ചെന്ന് കാണുന്നുണ്ട് നയനയും ആദർശവും ഒക്കെ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എനിക്ക് ആദർശിനെ കാണുകയേ വേണ്ടാന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ അങ്ങനെയൊക്കെ പറയാൻ, അതെൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റൊന്നുമല്ല, പിന്നെ എന്താണ്, നിന്നെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമായിരുന്നു, മൂർത്തി സാറിൻ്റെ പ്രതിരൂപമാണ് നീയെന്നാ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നത്, എന്നിട്ടിപ്പം ഇങ്ങനൊരവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? നീ നയനെ ചതിക്കുകയല്ലായിരുന്നോ? വിവാഹത്തിന് മുമ്പ് നിനക്ക് ഇങ്ങനൊരു ബന്ധം ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നയനമോളെ വെറുതെ ആശ കൊടുത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ആദർശ് പറയുന്നുണ്ട്, നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കണം, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു തെറ്റുകാരനായിട്ട് നിൽക്കുകയാണ്, അതെനിക്ക് തെളിയിക്കുക തന്നെ ചെയ്യണം. ഒരു ദിവസം ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവരും അറിയുമെന്ന് പറയാം. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ആ സത്യാവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളെ ഇനി കണ്ടാൽ മതി. നയനമോളെ, നിനക്ക് അവിടെ നിൽക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ആദർശിൻ്റെ ഈ പ്രവൃത്തിയെ അംഗീകരിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ, നിനക്ക് നന്ദാവനത്തിൽ എപ്പോഴും ഈ അച്ഛനുണ്ടാവും എന്നൊക്കെ പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും തിരിച്ചു വരില്ല, കാരണം ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ മനസ്സ് ഇപ്പോഴും പറയുന്നത്. ഇനി എല്ലാവരും ആദർശേട്ടൻ അത് ചെയ്തുവെന്നോ, ഇനി ചന്തുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും ആ തെറ്റ് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്, ആ തെറ്റ് ഞാൻ ക്ഷമിക്കും. ചന്തുമോള് ഇപ്പം തന്നെ എൻ്റെ മോളെപ്പോലെ തന്നെയാണ്, അല്ല, അവൾ എനിക്ക് എൻ്റെ മോള് തന്നെയാണ്, അതുപോലെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും. ആരൊക്കെയാണ് ചന്തുമോളുടെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാലും എൻ്റെ മോളായിരിക്കും അവൾ, അങ്ങനെ തന്നെ അവൾ വളരും അനന്തപുരിയിൽ എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദനും കനകയ്ക്കൊന്നും അതങ്ങ് ദഹിക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഗോവിന്ദൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കൊക്കെ വരികയാണ്. അപ്പോൾ അനാമിക അവളുടെ അച്ഛനെയും അമ്മയൊക്കെ വിളിച്ചിട്ട് പറയാണ്, ഒരു സന്തോഷ വാർത്തയുണ്ട്, ആ ഗോവിന്ദൻ എന്ന് പറയുന്ന അയാളുണ്ടല്ലോ, ആ നന്ദുവിൻ്റെ അച്ഛൻ, അയാൾ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലായിരുന്നു, കാഞ്ഞു പോകാതിരുന്നത് അവരുടെ ഭാഗ്യം,
അങ്ങേരങ്ങ് പോയിരുന്നെങ്കിൽ അവളും ആ അഹങ്കാരത്തിന് ഒരു അടക്കമായേനെ എന്നൊക്കെ പറയുമ്പം ഉടനെ രേവതി ചോദിക്കുക, എന്താ മോളെ ഗോവിന്ദന് വീണ്ടും നെഞ്ചുവേദന വന്നത്? മരുമോനെ ഓർത്തുള്ള മനപ്രയാസം കൊണ്ടാണോ? അപ്പം ഉടനെ അനാമിക പറയുന്നുണ്ട്, പിന്നല്ലാതെ ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് അറിഞ്ഞപ്പോഴാണ് ഗോവിന്ദൻ തല കറങ്ങി വീണത്, നെഞ്ചുവേദന വന്നതും ഒക്കെ. സഹിക്കാൻ പറ്റി കാണില്ല. ആദർശധീരനായ മരുമകനായിട്ടല്ലേ ആദർശിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ആദർശിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവുമ്പോഴും നയനമോക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമ്പോഴും ഒക്കെ അവർക്ക് വിഷമമില്ലാതിരിക്കുമോ? എന്തായാലും ഈ വിവരം ആ നന്ദു കൂടി അറിഞ്ഞിട്ടുണ്ട്. അവളും കൂടി അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവളുടെ മനസ്സിൽ ഒരു തീയായിരിക്കും. അത്രയെങ്കിലും സന്തോഷം. അവളുമാർ ഒരുകും. നിങ്ങൾ നോക്കിക്കോണം. അവളുമാരുടെ പ്രതാപവും നല്ല സമയവും എല്ലാം മാറും. എന്നോട് ഈ ചെയ്തതിനൊക്കെ അവരനുഭവിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അനാമിക. അങ്ങനെ വേണുവിനും രേവതിക്കും അനാമികയ്ക്കും ഒക്കെ ഒരു ഭയങ്കര സന്തോഷമാവാണ് ചെയ്യുന്നത്. അതേസമയം ട്രെയിനിങ് ക്യാമ്പിലാണെങ്കിൽ നന്ദുവിന് പലതരം പണി കൊടുത്തോണ്ടേയിരിക്കുകയാണ് ട്രെയിനർ മധുസൂദനൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദുവിന് കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ്. ഇത് അനാമികയും വേണുവും രേവതിയും കൂടി ഒപ്പിക്കുന്ന പണിയാണെന്നുള്ള കാര്യം. അയാളുടെ വായിൽ നിന്ന് തന്നെ നന്ദുവിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പുറത്തു വരിക. അപ്പം നന്ദു കൂട്ടുകാരിയോട് പറയുന്നുണ്ട്, എടി ഇത് എനിക്കുള്ളൊരു പണിയാണ്. ഞാനിവിടെ വന്ന സമയം തൊട്ട് അയാൾ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ തരത്തിലും ദ്രോഹിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്. അതുമാത്രമല്ല, അയാൾ എന്നെ ഉപദ്രവിക്കുന്നതിൻ്റെ എല്ലാം വീഡിയോ എടുത്ത് മറ്റാർക്കും അയച്ചു കൊടുത്ത് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. എനിക്ക് ഇപ്പം ഇത് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എൻ്റെ ശത്രുക്കളാണ് ഇത് ചെയ്യിച്ചതെന്നാണ്. അപ്പോൾ കൂട്ടുകാരി ചോദിക്കുക, നിനക്ക് ആരാടി ഇത്രയധികം ശത്രുക്കൾ? അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അനിയുടെ ഭാര്യ അനാമിക, അവളുടെ അച്ഛനും അമ്മയും പല രീതിയിലും എന്നെയും എൻ്റെ വീട്ടുകാരെയും ഒക്കെ ദ്രോഹിക്കാൻ നോക്കിയിരിക്കുകയാണ്. അവർ ഓരോരോ ദ്രോഹങ്ങളും ചെയ്തിട്ടുമുണ്ട്. അതുപോലെ എന്തോ ഈ മധുസൂദനനുമായിട്ട് അവർക്ക് എന്തോ ബന്ധമുണ്ട്. അങ്ങനെ എനിക്ക് പണി തരാൻ വേണ്ടിയിട്ടാണ് അയാളെ അവിടെ നിർത്തിയിരിക്കുന്നതും അയാൾ ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എൻ്റെ കുടുംബത്തിലെ കാര്യമെല്ലാം അയാൾക്കറിയാം എന്ന് പറയാണ്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഇനിയിപ്പം അയാൾ ഇനിയും എൻ്റെ നേരെ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല പണി കൊടുത്തിട്ട് ഞാനങ്ങ് പോകും. ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും SI ആകാൻ പറ്റിയില്ലെങ്കിലും ഞാനത് ചെയ്യും. അല്ലാതെ ഇങ്ങനെ നാണം കെട്ട് അടിമയെപ്പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ കൂട്ടുകാരിയും പറയുന്നുണ്ട്, അങ്ങനെ നിനക്കിട്ട് അയാളെ പണിയുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തുനിന്ന് അയാൾക്കും പണി കൊടുക്കും. അയാളും അറിയണമല്ലോ അതിൻ്റെ സുഖം. ഇനിയിപ്പം ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിലും അതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദുവിനും ഏകദേശ ധാരണയൊക്കെ ആയിട്ടുണ്ട്. അതേസമയം ട്രെയിനറാണെങ്കിൽ ഈ ഓരോ വീഡിയോസും എടുത്ത് നമ്മുടെ വേണുവിന് അയച്ചു കൊടുക്കുകയാണ്. അതെല്ലാം കണ്ട് സന്തോഷിക്കുകയാണ് വേണുവും രേവതി അനാമികയും ഒക്കെ. ഇപ്പം നന്ദു അവിടെ കിടന്ന് നല്ല രീതിയിൽ അനുഭവിക്കുകയാണെന്ന് ഓർത്തിട്ട് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ അനിയും അനാമികയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അനാമിക അനിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, എന്താടാ ഇന്നും നീ അവളെ വിളിച്ചിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ അനി പറയുക, അതെ ഞാൻ വിളിച്ചിരുന്നു. എന്താ എനിക്ക് വിളിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുക. അവൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അല്ലെങ്കിലും ഞാൻ അവളെ വിളിക്കും. അതിനിപ്പം നിനക്കെന്താ? അല്ല, ഞാൻ അറിഞ്ഞിരുന്നു നീ അവളെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടെന്നും ഇന്ന് നീ വിളിച്ചിട്ടുണ്ടായിരുന്നെന്നും ഒക്കെയുള്ള കാര്യം. അപ്പോൾ അനി പറയുക, ഓഹോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് എത്തിച്ചു തരാൻ അവിടെ ആളുണ്ടല്ലേ എന്ന് ചോദിക്കാണ്. അപ്പം അനാമിക പെട്ടെന്നൊന്ന് അന്തം വിട്ടു പോയിട്ട് പിന്നെ പറയുന്നുണ്ട് കേട്ടോ, അതെ ഉണ്ടെങ്കിലെന്താ, എനിക്ക് അങ്ങനെ പലയിടത്തും ആളുകൾ കാണും. നീ എന്താ ഈ അനാമികയെക്കുറിച്ച് വിചാരിച്ചത്? എൻ്റെ അച്ഛന് പലവിധ കണക്ഷൻസും ഉണ്ട്. അതുവഴി നിൻ്റെ നന്ദുവിൻ്റെയും മറ്റുള്ളവരുടെയും എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ ഉടനെ അനി പറയാണ്, നീ എന്ത് വിവരം വേണമെങ്കിലും അറിഞ്ഞു. നീ ഇന്ന് എല്ലാവരും നൂലുകെട്ടിന് പോയ സമയത്ത് എവിടെ പോയിരിക്കുകയായിരുന്നു? ആരുടെ കൂടെ കറങ്ങാനാ നീ പോയത്? അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. അതൊന്നും എവിടെയും ക്യാമറ വെച്ച് ഞാൻ എടുത്തിട്ടുമില്ലല്ലോ. പിന്നെ എന്നെയും നന്ദുവിനെയും നീ അങ്ങ് വെറുതെ വിട്ടേരെ. അപ്പോൾ അനാമിക പറയാ, അങ്ങനെയൊന്നും വെറുതെ വിടാൻ പറ്റില്ലല്ലോ മോനെ. നന്ദുവിന് നല്ല പണി കൊടുക്കാൻ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ക്യാമ്പിൽ അങ്ങനെ നല്ല പണി കിട്ടിക്കൊണ്ടേയിരിക്കുകയെന്ന് പറയാം. അപ്പോൾ അനിക്ക് കാര്യം പിടികിട്ടുകയാണ്. അനി പറയാണ്, നന്ദു വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അവിടെ ഒരു ട്രെയിനറിൻ്റെ കാര്യം. അയാൾ നന്ദുവിന് നല്ല പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. അത് നീ ഒപ്പിച്ചതാണല്ലേ? ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അതിപ്പം സത്യമായി.
മോളെ, നീ പിന്നെ ഒരു കാര്യം ഓർത്തോ, ഇങ്ങനെയൊക്കെയുള്ള പണി ഒപ്പിക്കുമ്പോഴേ നിനക്ക് മാത്രമല്ല ആ ട്രെയിനറും കുഞ്ഞും കൂടി ആ പണി കിട്ടാൻ പോകുന്നത്. അയാളുടെ പേരിൽ നന്ദു ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ അന്വേഷണം വരും. അന്വേഷണം വരുമ്പം എല്ലാ കാര്യങ്ങളും പുറത്തു വരുമല്ലോ. അയാളുടെ പണി പോയി അയാൾ വീട്ടിലിരിക്കുമ്പോൾ പഠിച്ചോളും. നീ അത് മനസ്സിലാക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതേസമയം അനാമികയാണെങ്കിൽ അനിയെ വെല്ലുവിളിച്ചിട്ടൊക്കെ പോവാണ്. ആദർശും നയനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നയന ആദർശനോട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ വിഷമമായിട്ടുണ്ടാവും ആദർശേട്ടനല്ലേ, ഇന്ന് നൂലുകെട്ടിൻ്റെ സമയത്തും അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ വന്നത് ഒരുപാട് വിഷമമായിട്ടുണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊന്നും പോകാൻ എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ ചെന്നാലും എല്ലാവരും കൂടി എന്നെ കരുവാക്കുകയാണ്. അബിയാണ് ഇതിൻ്റെ ഉള്ളിൽ കളിക്കുന്നത്. അനിയോട് ഞാൻ സംസാരിച്ചപ്പം അവനും പറഞ്ഞു അബി ആയിരിക്കും, വേറെ ആരും ഇങ്ങനൊന്നും ചെയ്യാൻ സാധ്യതയില്ലെന്ന്. അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അവൻ ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് എൻ്റെ തലയിലേക്ക് ഇതെല്ലാം കെട്ടിവെക്കാൻ സാമർഥ്യം കാണിക്കുന്നുണ്ട്. അന്ന് അനഘയുടെ വീട്ടിൽ ചെന്നപ്പം അവിടെ കൂടി നിന്നവരും ആ ഫോട്ടോയും ഒക്കെ ഈ അബിയുടെ പ്ലാനിങ് ആണോ എന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. കാരണം അതിനുശേഷം തിരിച്ചു പോന്നപ്പം അവൻ്റെ കുട്ടിയാണ് അതെന്ന് പറഞ്ഞ് അവൻ ഏറ്റെടുത്തോളാം എന്ന് എന്നോടും മുത്തശ്ശനോടും പറയുകയുണ്ടായി. പക്ഷെ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയൊന്നും നീ ചെയ്യേണ്ടതില്ല എന്ന് പറയുകയായിരുന്നു ചെയ്തത്. അവൻ മനഃപൂർവ്വം ഒരു ആഗ്രഹം കാണിക്കുകയായിരുന്നു അതിനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് പല പ്രാവശ്യം ഇക്കാര്യം പറഞ്ഞ് എന്നോട് പണം തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്തു. എന്നെ ഒരുമാതിരി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ അവൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവനും അവൻ്റെ അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ കളിക്കുന്നത് അബി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, നമുക്കതിന് തെളിവൊന്നുമില്ല. ആകെപ്പാടെയുള്ള ഒരു തെളിവ് അനഘയായിരുന്നു. അവക്കാണെങ്കിൽ സംസാരിക്കാനോ അനങ്ങാനും പോലും വയ്യാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് അബിക്കെതിരെ ഒരു തെളിവും തരാൻ അനഘയെ കൊണ്ട് പറ്റില്ല. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ ഇത് തെളിയിക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയല്ലേ ആദർശേട്ടാ. നവ്യേച്ചിയും ഇപ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ആദർശേട്ടനെ. അബിയെ നല്ലവനാക്കിയും ആദർശേട്ടനെ കുറ്റപ്പെടുത്തിയുള്ള നവ്യേച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്കങ്ങ് കാല് മുതൽ പെരുത്ത് വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദർശേട്ടനെ ആരും കുറ്റപ്പെടുത്തുന്നത് എനിക്കിഷ്ടമില്ല. പോരാത്തതിന് അബി നല്ലവനാണെന്ന് പറയുമ്പം പക്ഷെ അതല്ലെന്ന് വാദിക്കാനുള്ള തെളിവുകളും നമ്മുടെ കയ്യിലില്ല. ഇനിയിപ്പം അങ്ങനെ കുറച്ച് തെളിവുകൾ കിട്ടാതെ ആദർശേട്ടൻ്റെ കുറ്റം മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എല്ലാവരും കുറ്റപ്പെടുത്തുന്നതൊക്കെ സമ്മതിക്കാം, താൻ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അമ്മയും കൂടി എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ അമ്മയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ മോശക്കാരനായിട്ട് സംസാരിക്കുന്നത്. അപ്പം നയന പറയാണ്, അത് അമ്മയ്ക്ക് ആദർശേട്ടൻ മോശക്കാരനാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടൊന്നും അല്ല. എന്തെങ്കിലും തെറ്റോ പിഴവോ ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ആദർശേട്ടൻ്റെ നേരെ വന്നുവല്ലോ, അത് എന്നെ വിഷമിപ്പിച്ചാലോ എന്ന് ഓർത്താണ് അമ്മയ്ക്കിപ്പം വിഷമം. ഞാൻ വിഷമിക്കുന്നതാണ് അമ്മയ്ക്കിപ്പം ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ആദർശേട്ടനെ കണ്ണടച്ച് കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഒരു സമയത്ത് ഇതെല്ലാം തെളിഞ്ഞു കഴിയുമ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും പുറത്തു വരും. അന്നേരം എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ ഇതൊന്ന് പറയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതേസമയം നമ്മുടെ നവ്യ പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞുമായിട്ട് തിരിച്ച് അനന്തപുരിയിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം ഒരു ദിവസം അബി കൂട്ടിക്കൊണ്ട് വരികയാണ്. കാറിൽ അബിയുണ്ട്, നവ്യയുണ്ട്, കുഞ്ഞുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കുഞ്ഞുമായിട്ട് നവ്യ വരുമ്പോൾ ഇറങ്ങി വരികയാണ്. നയനയെ ഓടി വരിക. എന്നിട്ട് നയന വന്ന് കുഞ്ഞിനെ വാങ്ങുന്നൊക്കെയുണ്ട്. എന്നിട്ട് പറയാണ് നവ്യയോട്, ഞാൻ വിചാരിച്ചതേ ഉള്ളൂ ചേച്ചി വരാറായല്ലോ എന്ന്. ചേച്ചി എന്നാ വരുന്നതെന്ന് കാത്തിരിക്കുകയായിരുന്നു കുഞ്ഞിനെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം നവ്യ പറയാണ്, ഞാനിങ്ങ് പോന്നു, അബി വന്ന് വിളിച്ചിട്ട് പോന്നതാ, അപ്പം പിന്നെ പോരാതിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലേലും ഞങ്ങളിനി ഇവിടെയല്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ പറയാണ്. അങ്ങനെ കുഞ്ഞിനെ എല്ലാവരും ലാളിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ദേവയാനിക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് കുഞ്ഞിനെ. അതേസമയം നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ ഇഷ്ടമൊന്നുമില്ല. ജലജ ആ കൊച്ചിനെ ഒന്നും എടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. പക്ഷേ അതേരുത്, ചന്തുമോളെ കുറ്റപ്പെടുത്താനും മടി കാണിക്കുന്നില്ല. ജലജ പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ കുഞ്ഞാണ് ഈ വീട്ടിലിപ്പം ആദ്യമായിട്ട് കയറി വരേണ്ടിയിരുന്നത്, അത് വരികയും ചെയ്തു. പക്ഷേ അതിനൊക്കെ പകരം അതിനു മുമ്പേ ഒരു അസുര വിത്തിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടില്ലേ. അവളെ കൊണ്ടുള്ള ദ്രോഹങ്ങളും ഉപദ്രവങ്ങളും ഇനിയും കാണും. ഈ കുഞ്ഞിനെ ഓടിക്കളിക്കാനും ഒക്കെ ചെയ്യുമ്പം ഇവളെ ശ്രദ്ധിക്കണം. ഈ കൊച്ച് ഇതിനെ ഉപദ്രവിക്കുമെന്ന് അറിയില്ലല്ലോ.
എന്തായാലും എൻ്റെ മകൻ്റെ ചോരയല്ലേ, അതിനെ ഉപദ്രവിച്ചാൽ എനിക്കിഷ്ടപ്പെടില്ല. അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയാണ്, ഓഹോ, ഇപ്പം ജലജയ്ക്ക് അത്രയധികം സന്തോഷമൊക്കെ ആയിരുന്നോ? നേരത്തെ നിന്റെ മകൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരെ നീ നോക്കിയതല്ലേ? ഇല്ലാതായാൽ മതിയെന്നും നവ്യയും കുഞ്ഞും ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്നും ഒക്കെ നീ പറഞ്ഞതാണല്ലോ. ഇപ്പം മകൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പം നിനക്കൊരു പ്രത്യേകതരം സ്നേഹമോ അതോ ചന്തു മോളോടുള്ള വെറുപ്പോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ ജലജ പറയാം, അങ്ങനൊന്നും അല്ല അച്ഛാ, എന്തായാലും എൻ്റെ മകൻ്റെ കുഞ്ഞ് തന്നെയല്ലേ ഇത്, മറ്റത് എവിടെയോ കിടന്ന ഒരു പെണ്ണല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആ മുത്തശ്ശൻ പറയാണ്, അത് എവിടെയോ കിടന്ന പെണ്ണൊന്നും അല്ല, ഈ വീട്ടിലെ ഒരു അനന്തരാവകാശി തന്നെയാണ്. അനഘ പറഞ്ഞത് ഈ വീട്ടിലെ എൻ്റെ ഒരു കൊച്ചുമോൻ്റെ കുട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വേറെ പുറത്തുനിന്നുള്ള ഒരു കുട്ടിയൊന്നും ആണെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. അതുദ്ദേശിച്ച് ആ കുഞ്ഞിനെ ദ്രോഹിക്കാനും ആരും നിൽക്കണ്ടെന്ന് പറയാണ്. അപ്പോൾ ജലജ പറയാണ്, ഈ വീട്ടിലെ മുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ ആരുടെയോ എന്നൊന്നും പറയണ്ട, ആദർശിൻ്റെ കൊച്ചു തന്നെയല്ലേ അത്, അതങ്ങ് തുറന്ന് സമ്മതിക്കാൻ എന്താ അച്ഛന് ഇത്ര മടി? അപ്പം മുത്തശ്ശൻ പറയാണ്, ആദർശിൻ്റെ കുഞ്ഞാണ് ഇതെന്നുള്ളതിന് നിനക്ക് എന്തെങ്കിലും തെളിവ് കയ്യിലുണ്ടോ? പിന്നെ അങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥം? അപ്പം ജലജ പറയാം, ഇനിയിപ്പോൾ എന്ത് തെളിവാണ് വേണ്ടത്? അവിടെ കൂടി നിന്നവരെല്ലാവരും പറഞ്ഞില്ലേ ആദർശിൻ്റെ കുഞ്ഞാന്ന്. അതുപോലെ നിങ്ങൾ ചെന്നപ്പം അവിടെ ആ പെൺകുട്ടിയുടെയും ആദർശിൻ്റെയും കൂടെ ഫോട്ടോ കണ്ടില്ലേ? പോരാത്തതിന് ഈ കൊച്ച് ആദർശിൻ്റെ കൈ പിടിച്ചല്ലേ അച്ഛാ അച്ഛാന്ന് വിളിച്ചത്. അപ്പം മുത്തശ്ശൻ പറയാണ്, ആ തെളിവുകളൊക്കെ ഇന്ന് എങ്ങനെയോ ഉണ്ടാക്കാം, 10 കാശ് കൊടുത്താൽ ആരും മാറ്റി പറയും, ആരും കൂടെ നിൽക്കും. അതൊക്കെയല്ലേ ഇന്നത്തെ അവസ്ഥ. ആദർശാണ് കൊച്ചിൻ്റെ അച്ഛൻ എന്ന് പറയാൻ അവിടെ നിന്ന് ബന്ധുക്കൾക്കാരെങ്കിലും പണം കൊടുത്താൽ പോരെ? അതുപോലെ തന്നെ അവിടെ കണ്ട ഫോട്ടോസ്, ഇന്ന് എന്തെല്ലാം രീതിയിൽ ഫോട്ടോകൾ ഉണ്ടാക്കാൻ പറ്റും, മോർഫ് ചെയ്തും എഡിറ്റ് ചെയ്തും ഒക്കെ എങ്ങനെയൊക്കെ വേണേലും ആക്കാമല്ലോ. അങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്ത് വച്ചതാണെങ്കിലോ? പിന്നെ കൊച്ചിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ആദർശാണ് അച്ഛനെന്നായിരിക്കും. ആ ഫോട്ടോയായിരിക്കും അവർ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് കൊച്ചു വന്ന ആദർശിൻ്റെ കയ്യിൽ കയറി പിടിച്ചത്. അതൊക്കെയല്ലേ തെളിവുള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ ജലജെ. അപ്പോൾ ജലജ പറയാം, ഇത്രയൊക്കെ തെളിവ് പോരെ അച്ഛാ, ഇനിയിപ്പം വേറെന്ത് തെളിവാണ് വേണ്ടത്? ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് ആശ്വസിക്കാം. ഇത് കേൾക്കുമ്പോൾ ആദർശനങ്ങ് ദേഷ്യം വരിക. ആദർശ് പറയുന്നുണ്ട്, ദേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ തെളിവുമായിട്ട് ഞാൻ മുന്നിൽ വരും, അപ്പോഴും നിങ്ങളൊക്കെ ഇവിടെ തന്നെ കാണണം എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അബി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അതെ, എന്താ ചെയ്യുക, അനഘയാണെങ്കിൽ മരിക്കുന്നുമില്ല. ഇനിയിപ്പോൾ ആദർശ് കൂടുതൽ തെളിവുകളും ഒക്കെ ആയിട്ട് വരുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ തെളിവുകളും ഒക്കെ ആയിട്ട് ആദർശ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാര്യം എല്ലാം പോക്കായല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിക്കുകയാണ്. അതേസമയം ആദർശ് കിരണിനെ വിളിച്ചിട്ട് DNA ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ആദർശം നയനയും കൂടി പോയാണ് കേട്ടോ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങുന്നത്. അതിൽ അബിയുടെ കുഞ്ഞ് തന്നെയാണ് ചന്തുമോൾ എന്നുള്ള കാര്യം തെളിയാണ്. അപ്പോൾ ആദർശിന് സന്തോഷമാവാണ്. ആദർശൻ നയനയോട് പറയുന്നുണ്ട്, ഈ തെളിവ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഇനിയിപ്പം നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല, ഇനി എല്ലാവരുടെയും മുമ്പിൽ ചെന്നിട്ട് ഇതങ്ങ് അവതരിപ്പിച്ചാൽ മാത്രം മതിയെന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, ആദർശേട്ടാ കുറച്ചുകൂടെ നമുക്ക് ക്ഷമിക്കാം, നമ്മുടെ കയ്യിൽ തെളിവുണ്ട്, ആദർശേട്ടൻ തെറ്റുകാരല്ല. പക്ഷേ നവ്യേച്ചിയെ ഉടനെ ഇതൊന്നും അറിയിക്കേണ്ട, അറിഞ്ഞു കഴിയുമ്പം നവ്യേച്ചി ഒരുപാട് വിഷമിക്കും, കുഞ്ഞുമായിട്ട് ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. പക്ഷെ സമയമാകുമ്പം ഇക്കാര്യം എല്ലാവരുടെയും മുമ്പിൽ നമുക്ക് പറയാം എന്ന് പറയുന്നുമുണ്ട്. അതേസമയം അബിയാണെങ്കിൽ അവിടെ നിന്നിട്ട് ആകെ മൊത്തം ടെൻഷൻ അടിച്ച് ആ കൂട്ടുകാരെ വിളിക്കുകയാണ് കേട്ടോ, അബിയുടെ കൂട്ടുകാരായ ഗുണ്ടകളെ. അവരെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. അനഘയ്ക്ക് വല്ല മാറ്റമുണ്ടോ? അവളെ ഇല്ലാതാക്കണമല്ലോ, അവൾ ഇനി എങ്ങാനും എണീറ്റ് വന്നാലോ? ആദർശ് കൂടുതൽ തെളിവുകളൊക്കെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ഇനി അവനെന്തെങ്കിലും DNA ടെസ്റ്റോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് അതങ്ങ് ഇല്ലാതാക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മണത്തറിയേം വേണം എന്നൊക്കെ പറയുകയാണ്. അതുപോലെ പറയുന്നുണ്ട്, അനഘയെ അവൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ അപ്പോഴേ നമുക്ക് തീർത്ത് കളയണം. അന്നുണ്ടായിരുന്ന ബന്ധുക്കളും ഫോട്ടോയും ഒക്കെ അവിടെ വേണം. ആദർശ് തന്നെയാണ് കൊച്ചിൻ്റെ അച്ഛനെന്ന് എല്ലാ ബന്ധുക്കളും പറയണം. അങ്ങനെ ആ കുഞ്ഞിനെ ആദർശിൻ്റെ തലയിൽ തന്നെ നമുക്ക് കെട്ടിവെക്കണം. ഞാനാണ് കൊച്ചിൻ്റെ അച്ഛൻ എന്നുള്ള വിവരം ആരും അറിയരുത്, ഒരിക്കലും അത് അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ അനന്തപുരി തറവാട്ടിൽ സ്ഥാനമില്ല, ജുവലറികളിൽ സ്ഥാനമില്ല, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ അബി ഫോണിൽ കൂടെ അവരോട് പറയാണ്. അങ്ങനെ അനഘയെ ഇല്ലാതാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക. അതുപോലെ ആ കൊച്ച് അതും അധികകാലം ഇവിടെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല, ആദർശിൻ്റെ കുഞ്ഞായിട്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ നവ്യ കേൾക്കാണ് കേട്ടോ. അബി ഫോണിൽ ഈ വിവരങ്ങളെല്ലാം വിളിച്ച് പറയുന്നത് മാറി നിന്ന് നവ്യ കേൾക്കുക. നവ്യ അപ്പോൾ അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കുക, അബി അപ്പം നീ ആയിരുന്നല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? ഇത്രയധികം ദ്രോഹം ചെയ്യാൻ നിനക്കെങ്ങനെ പറ്റി? നിന്റെ ചോരയിൽ പറഞ്ഞ കുഞ്ഞല്ലേ ചന്തുമോള്, എന്നിട്ടും അതിനെ ആദർശേട്ടൻ്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ നീ നോക്കിയത്?
ആദ്യം മുതലേ എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. നീ എങ്ങനെയൊക്കെ ചെയ്യുവോളെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ടും ഞാൻ നിന്നെ വിശ്വസിച്ചു. നീ എന്നെ പറ്റിക്കുകയായിരുന്നു സ്നേഹം നടിച്ച്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തൊട്ടല്ലേ നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ആ അനഘ ഇപ്പോൾ ഈ രീതിയിൽ കിടപ്പിലായി പോയത് നീ കാരണമാണല്ലേ? മുത്തശ്ശനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ പോയപ്പം ആ കുട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് നീ തന്നെയാണല്ലേ? എന്നിട്ടിപ്പോൾ അത് ആദർശേട്ടൻ്റെ തലയിൽ കെട്ടിവെച്ച് നയനയുടെ ജീവിതം കൂടി തകർക്കാൻ നോക്കുന്നു. പാവം ആദർശേട്ടൻ, ആ മനുഷ്യൻ എല്ലാവരുടെയും മുമ്പിൽ അങ്ങ് നാണം കെട്ടാണ് ജീവിക്കുന്നത്. ഞാൻ പോലും പല പ്രാവശ്യം ആദർശേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. എല്ലാത്തിനും കാരണം നീ തന്നെയാണ്. നീ ഒരു ദുഷ്ടനാണ്. നിന്റെ മുഖം ഇനി എനിക്ക് കാണുകയേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നവ്യ പൊട്ടിത്തെറുക്കിന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അഭിയുടെ നേരെ. നവ്യ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്കൊക്കെ പോവാണ്. അങ്ങനെ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയുകയും ചെയ്യാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്